ഡ്രൈവർ സ്പൾബർ. വിദൂരയിലേക്ക് ഞാൻ ഡ്രൈവറോട് പേര് ചോദിച്ചു. അപ്പോൾ ഡ്രൈവർ സ്പൾബറാണ് പേരെന്ന് പറഞ്ഞു. എവിടെയാണ് നാടെന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ വിദൂരയിലേക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുർഷീസ് മൊറാക്കിൾ. അപ്പം രാവിലെ തന്നെ നീച്ച് കുളിച്ച് മാറ്റി സെറ്റായി കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ കടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ. അപ്പോൾ പോണ വഴിക്കുള്ള വിശേഷങ്ങളും പോയി വന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വ്ളോഗിലോ ഡീറ്റെയിൽ ആയിട്ട് കൂട്ടിക്കുഴച്ച് കുത്തി കലക്കിങ്ങാണ്ട് വിടുന്നതാണ്. അപ്പം അതൊക്കെ തന്നെ. കണ്ണട കൂളിംഗ് ഗ്ലാസ് ഇവിടുന്ന് കിട്ടിയപ്പെടുത്തിട്ടാണ്ടോ, വേറെ ഒന്നുമല്ല. അങ്ങോട്ടും വിചാരിച്ചത് എനിക്ക് ജാടയാണെന്നോ വലിയ ദമ്മാണ് മണ്ണം വെക്കണമെന്നോ അങ്ങനെ എന്നൊക്കെ വിചാരിച്ചത്. കൂളിംഗ് ഗ്ലാസ് ഈ സൺഗ്ലാസ് ഇവിടുന്ന് റൂമിൽ നിന്ന് കിട്ടിയപ്പോൾ ഇർഷാദിൻ്റെ ആ ഒരു തോന്നുമ്പോൾ റൂമിൽ നിന്ന് കിട്ടിയപ്പോൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഒന്ന് മണ്ണം വെച്ച് നോക്കിയതാണ്. കൂളിംഗ് ഗ്ലാസ് ഇടാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. കൂളിംഗ് ഗ്ലാസ് ഇട്ട് ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ബൈക്കുമ്പോൾ പോകുമ്പോൾ കൊണ്ട് ഭയങ്കര ഡസ്റ്റാണ് ഇവിടെ. അപ്പോൾ അപ്പം ഇടുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ. പടവാള് മീയുള്ളോള് പഞ്ചാര ചിരിയുള്ളോൾ പൂങ്കനിത്തേവി പെണ്ണ് സൈനബ ബീവി. പടവാള് മീയുള്ളോള് കോയിമുട്ട ഇപ്പൊ പൊട്ടും, മെല്ലെ പോയിക്കോ. പടവാള് മീലുള്ള തെങ്കനി പൂവേ അല്ല പൂങ്കനി തേവി പെണ്ണ് സൈനബ ബീവി. ഞങ്ങളിവിടെ റൂമിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. ബൈക്ക് അവിടെ ആരൊക്കെ നോക്കുന്നുണ്ടല്ലോ. കുറെ ആൾക്കാർ നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. എന്താണാവോ അറിയില്ല. ഇതാണ് ഡ്രൈവർ സ്പൾബർ. വിദൂരയിലേക്ക് ഞാൻ ഡ്രൈവറോട് പേര് ചോദിച്ചു. അപ്പോൾ ഡ്രൈവർ സ്പൾബറാണ് പേരെന്ന് പറഞ്ഞു. എവിടെയാണ് നാടെന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ വിദൂരയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്തോ ഒന്ന് പറഞ്ഞു. ഇതൊക്കെ കേക്കുണ്ടല്ലോ. അതാ ഒരു മാണ്ട ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്, അങ്ങോട്ടൊക്കെയാണ് ഓടിച്ചത്. ഓ പൂങ്കനിത്തേവി. ഞാനേ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആരൊക്കെ വീഡിയോ പോലെ ഇങ്ങനെ കളിയാക്കി കണ്ടിട്ട് ഇങ്ങനെ ആ വീഡിയോയിൽ പറയും. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നേരത്തെ ഇല്ലാത്തതാണ്. ഇത് എന്തെങ്കിലും ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കളിയാക്കലാണ് ഇന്ന് തന്നെ. പൂങ്കനിത്തേവി പെണ്ണ് സൈനബ ബീവി. ഓ സെറ്റ്. ഇന്ന് നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ സോറി അതിന് കണ്ണാണില്ലല്ലേ. അല്ലോ സീന്. ഞാൻ ഫുഡ് പറഞ്ഞിട്ട് ഇവിടെ മുമ്പിലാണ് വെളിച്ചുള്ളൂ. ഞാൻ ഇങ്ങനെ കാണിച്ചാണ് മുമ്പൊക്കെ കാണിച്ചിട്ടാണ് ഫുഡ് ഇതാണ് പറഞ്ഞത്. അത് അസീബിൻ്റെ തലേൻ്റെ മുമ്പിലായി പോയി. ഞാൻ അപ്പം തന്നെ എന്നാൽ രണ്ടും കൂടി പൊളിഞ്ഞിട്ട് മോണീനെ. ഇതൊരു പുതിയ പേരാണ്, ഉദ്ഘാടനം കഴിഞ്ഞ പേര, കുടിയിരിക്കൽ കഴിഞ്ഞ പേര. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പേരാണ് പോയി. ഇത് വേറൊരു പേര, ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ പേരാണ്. ഫുള്ള് പേരമ ചിത്രം വരച്ചിരിക്കുക. ഞങ്ങളെ പേരേക്കാണ് പോകുന്നത്. ഞങ്ങളെ റൂമിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ബിൽഡിങ്. ഇവിടെ കാണണ്ട, ഇവിടെ ബിൽഡിങ് അണ്ട് കയറ്റി കൂടെ അമ്പാനെ. അതാണ് കളി. അതിനാണ് കായ്, അതിനാണ് കായ്. ഞാൻ അസീവ് ധൂമത്തെ എൻട്രി ഉണ്ട്. ഇതൊക്കെ ഇവിടെ ചിത്രമൊക്കെ വരച്ചിരിക്കണതാ. ഇത് ചൈനീസ് ഭാഷയൊക്കെ എഴുതിച്ചാണ് വണ്ടികൾ. എന്നാൽ മറ്റേ ലോക്ക് എൻ്റെ പോക്കറ്റിൽ. പൂങ്കനിത്തേവി പെണ്ണ് സൈനബ ബീവി. പടവാള് മീയുള്ളോളെ പഞ്ചാര ചിരിയുള്ള. എനിക്ക് തോന്നുന്നു വണ്ടി ഇടയ്ക്ക് സ്റ്റാർട്ടാകാതൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ സാധനതാ ഈ ഇൻഡിക്കേറ്റർ പൊട്ടിയണില്ലേ, ഇതേ കൂടെ വെള്ളം ഇറങ്ങിക്കാണ്ട് വയറ് ഷോർട്ട് ആവണാവും. എന്നിട്ട് ബാറ്ററി ഇറങ്ങി പോകണാവാനാണ് ചാൻസ്. ഇതിപ്പോൾ രണ്ടാമത്തായിട്ടാണ് ബാറ്ററി ഇറങ്ങി പോകുന്നത്. പൗതി വയ്ക്കുന്നൊക്കെയാണ് ഈ ബാറ്ററി ഇറങ്ങി പോകുന്നത്. ആകെ പണിയായി. ഞങ്ങൾ ആൻറ്റി തെഫ്റ്റ് ലോക്ക് ഇടുകയാണ്. യാസ് ഒറ്റ അടിക്കട അസീബേ. എൻ്റെ മോനെ ചാർലി ചാപ്ലിൻ ലുക്കിൽ അസീബ് ചെയ്യേണ്ട. ഇങ്ങോട്ടാണ് പോകാം അസീബ. നീ റൂമിൻ്റെ ചാവി ആരെടുത്താ എടുക്കാൻ പറഞ്ഞോ? ആ എൻ്റെ അടുത്തുണ്ട്.
ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബ ബീവി. ഇത് മിക്കവാറും നീ കേൾക്കൂട്ടാ. ഇതേ ഇവിടെ ഫുള്ള് ചളിയായിരുന്നു, മിക്കവാറും തുടക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ ഇവിടെ ചെരുപ്പ് ഇങ്ങനെയാണ് വെക്കാറ്, കാരണം നായി വന്ന് കടിച്ചു കൊണ്ടുകൊണ്ട്. ഹസീബിൻ്റെ ഒരു ചെരുപ്പ് നായി കടിച്ചുകൊണ്ടാണ്ട് ബാക്കിയുള്ളൊരു ചെരുപ്പാണത്. ഒന്ന് നായി കടിച്ചിക്കാണ്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ആയിരിക്കണം. ഗൈസ് വെൽക്കം, വെൽക്കം ടു അവർ ലക്ഷറിയസ് റൂം. അപ്പോൾ ഇതാണ് കേസ്. റൂമൊക്കെ കാണിച്ചിട്ടാ റൂം കാണിച്ചു ഞങ്ങളെ ലക്ഷറിയസ് റൂമാണ്. ഇനി ഇത് കാണിച്ചിട്ടുള്ള നിങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ട് വെൽക്കം ടു അവർ ലക്ഷറിയസ് റൂം. ഇത് വേസ്റ്റ് കൊട്ട. ഇത് ഇർഷാദിൻ്റെ സാധനങ്ങൾ. ഇത് ഇർഷാദ് കൊണ്ടുപോകണില്ലാണ്ട് ഞങ്ങൾ ഒന്നായിട്ട് എടുത്ത് കത്തിച്ചു. പിന്നെ ഇത് ഇർഷാദിൻ്റെ റെയിൻകോട്ടാണ്. മഴ ഇല്ല അങ്ങാണ്ട് റെയിൻകോട്ട്, വലിയ ആളെ ഇങ്ങോട്ട് റെയിൻകോട്ടൊക്കെ എടുത്തേണ്ടി വന്നതാണ്. നീ ഇവിടെ കാണിച്ചിരുന്ന എത്ര നേരാക്കിയാത്ത നേരാകാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇനി ഇത് ഒരുത്തം കൊണ്ടുവന്നാണ് സോസാണ്, വില കുറവുണ്ട്, 40 രൂപയൊക്കെ കിട്ടിയ മതി. ഇതാണ് അറിഞ്ഞ് കൊടുന്നാണത്. 5 കായ്ക്കില്ല. എന്താണ് അവൻ്റെ പേര്? റാഷിം. പിന്നെ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ കൂടെ എന്താ വെച്ചാൽ കോഴിമുട്ട കൊടുക്കണേ, ബ്രെഡും കൊടുക്കണേ, രണ്ടുകൂടി മിക്സാക്കി നല്ല കിടുക്കാശി എന്താക്കണേ ബ്രെഡ് പോലെ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതായിട്ട് വരാം, ആ വിഭവമായിട്ട് വരാം. ഇനി ഇത് കാണിച്ചു കൊടുത്താം. ഇതൊക്കെ അസീബിന്റെ സാധനങ്ങളാണ്. അസീബ് തിരുമ്പിയ ഇവിടെ ഇങ്ങനെ നല്ല വാരി വെച്ചിട്ടുണ്ട്. ഇതിലുണ്ട്, അസീബിന്റെ ഉണ്ട്, ഇർഷാദിന്റെ ഉണ്ട്. ഞങ്ങൾ റൂം ഇതാണ്, ഞങ്ങൾ ലക്ഷറിയസ് റൂമുകളാണ്. പിന്നെ ഇവിടെ കുറച്ച് വൈകുന്നേരം കിടക്കുന്നുണ്ട്. ഇത് ഇർഷാദിന്റെ ഏരിയയാണ്, ഇർഷാദിന്റെ കുറച്ച്. ഞങ്ങളെ കമ്പാർട്ട്മെന്റ് ഇന്റെ കമ്പാർട്ട്മെന്റ് കൂടെ ഇന്ത്യ ഹസീബിന്റെ. ഇത് ഇർഷാദിന്റെ ഏരിയ കേട്ടോ. ഇത് മൊത്തം ഇർഷാദിന്റെ ഏരിയയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അയലൊക്കെ കണ്ടില്ല, ഞങ്ങൾക്ക് തിരുമ്പി ചിക്കിടാൻ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വണ്ടിമിൽ ലഗേജ് കെട്ടാൻ വേണ്ടിയിട്ട് എടുത്ത കയറാണ്. ആ ബലിന്റെ ടൈപ്പ് കയറ്. ആ കയറ് ഇതിമിൽ കെട്ടി 2-3 ജോയിന്റ് ആക്കി അയലാക്കി കെട്ടിയില്ല. ഡ്രൈവറാണ് ഈ ഷെഡി ടൗസറൊക്കെ തൂക്കല്. നീ ഞങ്ങൾ കമ്പാർട്ട്മെന്റ് പോകണം, ഇന്ത്യ അസീമിന്റെ. ഇവിടെ ഇല്ലാത്ത മുതലില്ല. ഇതിന്റെ ബാഗ്, ബ്രഷ്, കാര്യങ്ങള്, ഇതിന്റെ നിസ്കാരപ്പായി, നിസ്കരിച്ചലൊക്കെ ഉണ്ട്. നിസ്കാരപ്പായാണ് ഇത്, എന്നാലും മുസല്ല. ഈ സാധനത്തിൽ നിസ്കരിച്ചിട്ടില്ല. ഫസ്റ്റ് എന്നോ കൊടുന്ന് നിസ്കരിച്ചു, ഒരു കൊല്ലം യൂസ് ചെയ്തിട്ട്. പക്ഷെ ഈ കിടക്കുന്ന തീറ്റ തന്നെയാണ് നിസ്കരിച്ചത്. ഇതിന്റെ ഞാൻ കേൾക്കുന്നത് ഇതിൽ തന്നെയാണ് നിസ്കരിച്ചിട്ടാ. കാണിച്ചു കൊടുക്കണ്ട തെണ്ടി പോത്ത്. അപ്പൊ ഇത് അസീബിൻ്റെതാണ്. ഇത് അസീബിന്റെ ടൗസർ. ഇനി വരി, ഇത് ഈ ഭാഗം ഏരിയ എന്ന് പറയുന്നത് അസീബിന്റെ സ്വർഗരാജ്യം. ഇത് അസീബിന്റെ ഇത് അസീബ് കെടുക്കുന്നതില്ല. പിന്നെ ഇത് ഞങ്ങളെ റാക്ക്. ഇവിടെ നോക്കിയാൽ ഞങ്ങൾ മുഖം വാരലും ഇവിടെ നോക്കിയാൽ നമ്മള് മുടി വാരലും മുഖം റെഡിയാക്കല. അതൊക്കെ വിലപ്പൊടിപ്പുള്ള സാധനങ്ങളാണ്, അതിനൊന്നും കഴിച്ചത്. ഇത് ഇർഷാദിന്റെ. ഇത് ഞങ്ങളെ ഇതാണ് ഞങ്ങളെ വാഷിംഗ് മെഷീന്. ഇത് ഞങ്ങളെ ഫാന്. പിന്നെ വേറെ സീൻ എന്താ വെച്ചാൽ അസീബ് എന്നും കോമഡി ഉണ്ട്. അസീബ് താരന്റെ കൊണ്ടുവന്നിട്ടുള്ള മരുന്നാണിത്, ഓയിലാണിത്, എണ്ണ തലയിലിടാൻ വേണ്ടിയിട്ട്. ഈ മണിങ്ങനെ എന്നും ഈ സാധനം എടുത്തിട്ട് തലയിടാൻ വേണ്ടിയിട്ട് എടുത്തു നോക്കുമ്പോൾ ഇതൊന്നായിട്ട് ഇവിടെ തണുപ്പ് കുറച്ച് ഓവറാണ്. അപ്പൊ എന്താ വെച്ചാല് ഈ സാധനം എണ്ണ ഒന്നായിട്ട് ഫ്രീസ് ആയിക്കണ്ട, ഒന്നായിട്ട് ഒരു കട്ട പിടിച്ച് നിൽക്കണ്ടാവും. ഈ മണങ്ങ എന്നിട്ട് കുളിച്ചാൽ നിൽക്കും. ഇത് എണ്ണ ഇല്ലാവും കുളിയില്ല അവർക്ക്. അവൻ എന്താ വെച്ചാൽ ഇത് എന്ന് രാവിലെ നോക്കിയാൽ കുളിച്ചാൽ നോക്കുമ്പോൾ ഇത് ഫുള്ള് കട്ടായിക്കണ്ടാവും. അപ്പൊ അന്നത്തെ ദിവസം കുളിയില്ല അസീബിന്. ഇപ്പൊ കുറച്ച് ഓയിൽ ഇത് കാണിച്ചിട്ട് ഇപ്പൊ കുറച്ച് ഇതുണ്ട് കേട്ടോ, കുറച്ച് ലൂസായിരിക്കണം. ഇപ്പൊ മണ കുളിച്ചോ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ എത്ര 300 രൂപയ്ക്കോ 200 രൂപയ്ക്കൊക്കെ 4 ചവിട്ടി ഫ്രീ ആയിട്ട് 4 ചവിട്ടി കിട്ടിയപ്പോൾ കോംബോ ആയിക്കാണ്ട് കിട്ടിയപ്പോൾ വാങ്ങിയ ചവിട്ടി. ഒന്ന് ഇവിടെ ഇട്ടിക്കണ്, ഒന്ന് ഇവിടെ ബാത്റൂമൊക്കെ പോകുന്നിടത്ത് ഒന്ന് ഇട്ടിക്കണ്, പിന്നെ ഒന്ന് ഇവിടെ ഫ്രണ്ടിൽ കയറി വരുന്നിടത്ത് തന്നെ ഇട്ടിക്കണ് കാല് തുടക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഞങ്ങൾ എന്ത് ചെയ്തിക്കണേ, ഡോർ തുറന്നുകാണ്ട് ഡോറിൻ്റെ ഇവിടെ കാണിച്ചുതരാം.
ഡോറിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഇട്ടീനി. പുറത്തിട്ട് പിറ്റേന്ന് ഇട്ടതന്നെ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ നായി ഒന്നായിട്ട് അപ്പിട്ട് പോയിക്കണതിൽ നല്ല അസലായി കണ്ട് അപ്പിട്ടാണ് പോയിക്കണത് നായി. അതിൻ്റെ ശേഷം പിന്നെ അടുത്ത് കണ്ട് ചുരിച്ച് കണ്ട് ഒരൊറ്റ കയറി അപ്പുറത്തെ കാട്ടിക്ക്. ഒരു കഥ, നായി വന്ന് കണ്ട് അപ്പിട്ട് പോയിക്കണ ഉൾസറും പൊളില്ലാത്ത നായി. അതിൻ്റെ ശേഷം പിന്നെ അവിടെ സാധനം ഇടയില്ല. ഇത് ഞങ്ങൾ വാങ്ങിയ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ്. ഇതാകെ പപ്പടം ലുക്ക് ആയിക്കണത്. വെറുങ്കോ ഒളിച്ചിക്കണം ഒന്നായിട്ട്. പിന്നെ ഒടിച്ചാൽ ഓടി കണ്ടില്ലേ? സൗണ്ട് ഇട്ട് നോക്കിയാണ്. ഒഴിവാക്കണം. പിന്നെ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ കോഴിമുട്ട വാങ്ങിയണേ, ബ്രെഡ് വാങ്ങിയണേ. അപ്പോൾ ബ്രെഡും കോഴിമുട്ടയും കൂടി പൊരിക്കാൻ പോവാണ്. അല്ല അങ്ങനല്ല, ഒലക്ക കോപ്പ് അങ്ങനല്ല. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡ് പൊരി ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, ബ്രെഡ് പൊരി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞാൽ കോഴിൻ്റെ മുട്ടുക അങ്ങനെ പൊട്ടിച്ചിട്ട് പാരുക എന്നിട്ട് കുറച്ച് ഷുഗർ എടുക്കുക. ഷുഗർ എടുത്തിട്ട് നല്ലോണം ഇതിൻ്റെ മിക്സ് ആക്കുക. ഇതിൻ്റെ ട്രിക്കാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഓയിൽ ഇങ്ങനെ കുപ്പിയിൽ, നമുക്ക് വേറെ സജ്ജീകരണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ മൂടി ഇവിടെ ഇങ്ങനെ ഓട്ടത്തിക്കാണ്ട് ഓയിൽ ഇങ്ങനെ തേമ്പി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇത് ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. ഇവിടുത്തെ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കട്ടിയായിട്ട് വലിയ കട്ടിയുള്ള ബ്രെഡാണ്. ഓക്കെ, ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നെ കൂടെ കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ട് മാക്സിമം. അപ്പോൾ തിന്നോക്കട്ടെ, മട്ടൻ നോക്കട്ടെ. കുഴപ്പമില്ല, ഷാറാ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പുകയത്ത് പറയുന്നത് കേട്ടോ. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ജോലിക്ക് ഇഷ്ടമാവോ എന്ന് എനിക്കറിയില്ല. കൊടുത്തു നോക്കട്ടെ. ചൂട് 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 അപ്പോൾ ഗൈസ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ അടിയിൽ കൂടെ ഒന്നൊരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി. ഭയങ്കര ചൂട്. എൻ്റെ അടിയിൽ കൂടെ ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. തിന്നോടെ എത്താൻ പറ്റും. കുഴപ്പമില്ല, സെറ്റ് പൊളി. എനിക്ക് ബ്രെഡ് പൊരിയും കാട്ടി ഇഷ്ടമായത് ബ്രെഡ് ഓംലെറ്റാണ്. ഇത് സെറ്റ് ഇതാണ്. അപ്പോൾ മറ്റൊരു മധുരം കുറച്ച് ഓവർ ആയിക്കണമെന്നൊരു ഡൗട്ട്.